ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദയും വിക്രവും കൂടി അച്ഛൻ്റെ തെറ്റിദ്ധാരണ മാറ്റുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ വഴിയിൽ വന്നൊന്നും സംസാരിക്കുക. ഞാനൊരു കാര്യം ചോദിച്ചാൽ അത് സമ്മതിക്കുമോ എന്ന് ചോദിച്ചു. എന്താണെന്ന് ചോദിച്ചു. സമ്മതിക്കുമല്ലോ എന്ന് പറയാൻ വേദ പറയുമ്പോൾ കാര്യം എന്താണെന്ന് അറിഞ്ഞാലല്ലേ പറ്റുമോ എന്ന് പറയാൻ പറ്റുള്ളൂ എന്ന് വിക്രം ചോദിക്കുമ്പം ഉറപ്പാണോ എന്ന് ചോദിച്ചു കേട്ടോ. ഞാൻ പറയുന്നത് എന്തും ചെയ്യുമെന്ന് എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിലല്ലേ എനിക്കൊരു കാര്യം ആവശ്യപ്പെടാൻ പറ്റുള്ളൂ എന്നും വേദ ചോദിക്കും. അപ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, സ്വാമിയെ പേഴ്സണലായി ബാധിക്കുന്ന ഒരു കാര്യവും ഞാൻ ആവശ്യപ്പെടില്ല കേട്ടോ എന്ന് വേദ പറഞ്ഞു. ഇനിയിപ്പോൾ പേഴ്സണലായിട്ട് ബാധിക്കുന്നതാണെങ്കിലേ വാക്ക് കൊടുത്താൽ അത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, നീ ചോദിക്കാൻ പറഞ്ഞു. ഞാൻ എന്താ ചെയ്യേണ്ടത്? അത് എനിക്ക് വേണ്ടി ഒരാളോടൊന്ന് സംസാരിക്കണം എന്ന് വിക്രത്തോട് പറഞ്ഞു വേദ. ആരോടാന്ന് ചോദിക്കുമ്പം വരുണിനോട്. അവനോടോ? ഞാനോ? ഞാൻ ഇന്നലെ സംസാരിച്ച കാര്യം പറഞ്ഞില്ലേ, അവൻ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആലോചിച്ച് നോക്കുമ്പോൾ എവിടെയോ ശരിയുണ്ടെന്നുള്ളൊരു തോന്നലാണെന്ന് പറഞ്ഞു വേദ. ശരിയോ? അവൻ്റെ ഭാഗത്തുനിന്ന് വിക്രം ചോദിക്കുമ്പം കാര്യങ്ങളെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കണ്ടാണല്ലോ നമുക്കെല്ലാവർക്കും ശീലം. ഒന്നെങ്കിൽ തെറ്റ് അല്ലെങ്കിൽ ശരി. സത്യം പലപ്പോഴും അതിൻ്റെ ഇടയിലായിരിക്കുമല്ലോ എന്നും വേദ പറയുമ്പോൾ എന്നാൽ പിന്നെ അവനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ന്യായീകരിക്കണം. എല്ലാം ഒരു സങ്കല്പമായിട്ടങ്ങ് കണ്ടാൽ പോരെ എന്ന് വിക്രം വേദയോട് ചോദിച്ചു. പിന്നെ ആ പെൺകുട്ടി അബ്യൂസ് ചെയ്തതുപോലും അവളുടെ ഒരു ഭാവനയായിട്ട് കാണാം. അയ്യോ, ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്കൂ വിക്രം, അങ്ങനെ ഒരു തെറ്റവൻ ചെയ്തിട്ടില്ല എന്ന് ആരും പറയുന്നില്ലല്ലോ. പക്ഷേ ആ ഒരു തെറ്റടക്കം അവനെ ഉൾക്കൊള്ളാൻ എൻ്റെ അനിയത്തി ഇപ്പോൾ തയ്യാറായിരിക്കുകയാണ്. അതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അതെന്തുകൊണ്ടാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് വേദവിക്രത്തോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ആദ്യം വിക്രം അവനുമായിട്ടൊന്ന് സംസാരിക്കുക. അവളുടെ ഏട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് അവനോട് സംസാരിക്കുകയാണെന്ന് മാത്രം വിചാരിച്ചാൽ മതിയെന്നും പറഞ്ഞു. എൻ്റെ അനിയത്തിയല്ലേ അവള്, അവൾക്കൊന്നും വരാതെ ഞാൻ നോക്കണ്ടേ, നമ്മൾ നോക്കണ്ടേ പ്ലീസ് എന്ന് പറഞ്ഞ് വേദവിക്രത്തെ പറഞ്ഞ് സമ്മതിപ്പിച്ചു. അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വരുണാണെങ്കിൽ ദീപ്തിയും കൂട്ടി വീട്ടിലേക്ക് ചെന്ന് കയറുക. അപ്പോൾ ദീപ്തിയെ കണ്ടപ്പോഴത്തേക്കും അവർക്ക് അമ്മയ്ക്കും മോൾക്കും ഭയങ്കര സന്തോഷം. മനസ്സിലായോ അമ്മയ്ക്കെന്ന് ചോദിച്ചു. പിന്നെ ഇത് ദീപ്തിയല്ലേ, ഇയാളുടെ ചേച്ചി ഇവിടെ മുൻപ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ അമ്മ അന്നേരം. അപ്പോൾ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല, തന്നെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി തന്നെ കേട്ടോ വേദ ചേച്ചി വന്നതെന്ന് വരുൺ പറയുമ്പോൾ എൻ്റെ പേര് മിനിമോൾന്ന് പെങ്ങൾ വെച്ച് പറഞ്ഞു. എനിക്കറിയാമെന്ന് പറഞ്ഞു ദീപ്തി. വരുൺ എല്ലാവരെക്കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ദീപ്തിയെ വീട്ടിനകത്തേക്ക് കയറ്റിക്കൊണ്ട് പോയി വളരെ കാര്യമായിട്ട് ദീപ്തിയോട് സംസാരിക്കുക. അതുപോലെ തന്നെ വരുണിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അമ്മ അന്നേരം പറയുക കേട്ടോ. ഒരുപാട് തവണ വീണ് വക്കും മൂലയും പൊട്ടിയ പാത്രങ്ങൾ ഉണ്ടാവില്ലേ, അതുപോലെയാണ് വരുണെന്ന് ദീപ്തിയോട് വരുണിൻ്റെ അമ്മ പറയുവാണ്. അങ്ങനെ വരുൺ എന്താണെന്നും ഏതാണെന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് നമ്മുടെ ദീപ്തി ഭയങ്കര ആത്മവിശ്വാസത്തോടു കൂടി ഇവരോട് വരുണിനോടുള്ള ഇഷ്ടവും അല്ലെങ്കിൽ വരുണിൻ്റെ ഇപ്പോഴത്തെ ഒരിതും വരുണിൻ്റെ സ്വഭാവങ്ങളെയൊക്കെ താൻ മനസ്സിലാക്കിയതും ഇതെല്ലാം പറയുക. അപ്പോൾ തിരുത്താനുള്ള മനസ്സ് വരുൺ കാണിച്ചതിനെ പറ്റിയൊക്കെ അപ്രസിദ്ധി അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുക. അങ്ങനെ അവിടെ ആ ഒരു കാര്യങ്ങൾ നടക്കുന്നു. പിന്നെ കാണിക്കുന്ന വേദയുടെ വക്കീൽ ഓഫീസാണ്. അപ്പോൾ വേദ അവിടെ ഇരുന്ന് എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചക്രപാണി സാറ് വേദയകത്തേക്ക് വിളിപ്പിച്ചു. വേദയകത്തേക്ക് ചെന്നു. അപ്പോൾ ഒരു പേപ്പർ എടുത്ത് കയ്യിലേക്ക് കൊടുത്തു. നമ്മൾ ഇവിടെ നിന്ന് അയച്ച വക്കീൽ നോട്ടീസിന് ശ്രീകാര്യം ശ്രീനിവാസൻ മറുപടി അയച്ചിട്ടുണ്ട്, അതൊന്ന് വായിച്ച് നോക്കാനും പറഞ്ഞാണ് വേദയുടെ കയ്യിലേക്ക് കൊടുക്കുന്നത്. വേദി അത് വായിച്ചു. അപ്പോൾ അദ്ദേഹം 2 വർഷം മുൻപ് തോട്ടപ്പള്ളി മാർക്കറ്റിൽ നടന്ന ലഹള കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് അപ്പോൾ പണം കണ്ടെത്ത് അങ്ങനെയുള്ള കാര്യം ഒക്കെ അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്. പിന്നെ പലിശ പിരിച്ചതിനെ പറ്റിയും തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ ശ്രീകാര്യം ശ്രീനിവാസൻ തിരിച്ചയച്ച ആ ഒരു ഇതും വെച്ച് ഇദ്ദേഹം ഇങ്ങനെ സംസാരിക്കാം. അപ്പോൾ ഇപ്പോഴും ശ്രീകാര്യം ശ്രീനിവാസൻ എന്ന് പറയുന്ന ആൾ ഇതെല്ലാം ചെയ്തു പോരുന്നുണ്ട്, സ്ഥലത്തൊന്നും നിർത്തിയിട്ടില്ല എന്ന് വേദ അദ്ദേഹത്തിനോട് പറഞ്ഞു. പിന്നെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥയുണ്ട്, കാര്യമുണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ്റെ ഒരു ഫ്രണ്ട് വഴി എനിക്ക് കിട്ടിയതാണെന്നും ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉണ്ടെന്നും അതുവഴി പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെ വഴിപാടുകൾ ഓൺലൈൻ വഴി നടത്തി കൊടുക്കുകയും നേരത്തെ കൂട്ടി ദർശനം അറേഞ്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംഘം ഉണ്ടെന്ന കാര്യമൊക്കെ വേദ ഇങ്ങനെ ഇദ്ദേഹത്തിനോട് പറയുക. അപ്പോൾ വഴിപാട് നടത്താനും അല്ലെങ്കിൽ അവരെ നേരത്തെ തൊഴുത് ഇറക്കി വിടുന്ന രീതിയിലുള്ള കാര്യങ്ങളും അവിടെ ഗുണ്ടായുസം പോലും നടക്കുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ വേദ ഇങ്ങനെ ചക്രപാണി സാറുമായിട്ട് സംസാരിക്കുക കേട്ടോ. അത് പിന്നെ സുധ എന്ന് പറയുന്ന നമ്മുടെ ശ്രീകാര്യം ശ്രീനിവാസൻ്റെ ഭാര്യ പോലും ഉൾക്കൊള്ളുന്ന ഒരു ഗ്യാങ് ആണെന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ വേദ എല്ലാം പറയുവാണ്. അപ്പോൾ ഇതെല്ലാം കേട്ടപ്പോൾ ചക്രപാണി സാറിന് ഭയങ്കര അത്ഭുതം. അപ്പോൾ ചക്രപാണി സാറ് വേദയ്ക്ക് എല്ലാ കാര്യങ്ങളും വിട്ടുകൊടുത്തു. ഈ ഒരു പ്രശ്നങ്ങളെല്ലാം വേദ വിചാരിച്ചാൽ പരിഹരിക്കാൻ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസവും കൊടുത്ത് വേദയെ പറഞ്ഞു വിട്ടു. വേദ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ചക്രപാണി സാർ അവിടെ ഇരുന്നിങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ ഇവിടെ ഇരുന്ന് ചിരിക്കുക. ഇത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിക്രം ഈ വരുണിനെ കാണാനായിട്ട് നേരെ ബീച്ചിലേക്ക് ചെന്നു. അപ്പോൾ വരുൺ അവിടെ ഇരിപ്പുണ്ട്, എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഈ വിക്രം എന്ന് വരുൺ എന്ന് പറഞ്ഞ് വിളിച്ചു. വരുൺ ഇങ്ങനെ നോക്കി. അപ്പോൾ നിന്നെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ ഞാൻ,
എന്നിങ്ങനെ നമ്മുടെ വിക്രം പറഞ്ഞു. എപ്പോഴെങ്കിലും ഒരിക്കൽ നിങ്ങളെ നേരിൽ കാണണമെന്ന് എനിക്കുണ്ടായിരുന്നു എന്ന് വരുൺ വിക്രത്തോടും പറഞ്ഞു. നമുക്കൊന്ന് നടന്ന് സംസാരിച്ചാലോ എന്ന് ചോദിക്കും. ആവാമെന്ന് പറഞ്ഞു കേട്ടോ വരുൺ. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ നടക്കുക. അപ്പോൾ നിങ്ങൾ എന്നെ കാണാൻ വന്നത് എന്തിനാണെന്നൊന്നും എനിക്കറിയില്ല എന്ന് വരുൺ പറയാം. എന്താ നമുക്ക് പേടിയുണ്ടോ എന്ന് വിക്രം ചോദിക്കുമ്പം, എന്തിനു ഞാൻ പേടിക്കണം ചേട്ടാ, നിങ്ങൾ എന്നെ കാണാൻ വന്നത് എന്തിനാണെങ്കിലും ഒരു ഉദ്ദേശം അതിനുണ്ടാകുമല്ലോ, അത് നിങ്ങൾ തന്നെ പറയുകയും ചെയ്യുമല്ലോ, പിന്നെന്തിനാ ഞാൻ അതിൽ പേടിക്കുന്നത് എന്ന് വരുൺ ചോദിക്കുക. വാ നടക്കാമെന്നും പറഞ്ഞ് വരുൺ വിക്രത്തെയും കൂട്ടി നടക്കുവാണ്. അപ്പോൾ അങ്ങനെ നടക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ വിക്രം വരുണുമായിട്ട് മനസ്സ് തുറന്ന് സംസാരിക്കുക. എന്നോടുള്ള പ്രതികാരമാണ് നിന്റെ ലക്ഷ്യമെന്നുണ്ടെങ്കിൽ അതിന് നീ തിരഞ്ഞെടുത്ത ഈ ഒരു വഴി തെറ്റായിപ്പോയി എന്ന് പറയാനാണ് ഞാൻ വന്നെന്ന് പറയുമ്പം, പ്രതികാരമോ എനിക്കോ എന്ന് വരുൺ ചോദിച്ചു കേട്ടോ വിക്രത്തോട്. നിന്റെ ഈ തട്ടിപ്പും ചാടയും ദീപ്തിയെ പോലുള്ള ചെറിയ കുട്ടികളുടെ അടുത്തൊക്കെ നടക്കും, അതെൻ്റെ അടുത്ത് ചിലവാക്കാൻ നോക്കരുത് എന്ന് വിക്രം പറയുമ്പോൾ, ദീപ്തിയോട് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഇതാണ് ചേട്ടാ, എൻ്റെ പാസ്റ്റ് എന്നെ ഒരിക്കലും വിട്ടുപോകാൻ പോകുന്നില്ല എന്നത്. എപ്പോഴെങ്കിലും ഞാൻ അതിന് വില കൊടുക്കേണ്ടി വരുമെന്ന് എനിക്കറിയാവുന്നു. ചിലപ്പോൾ എൻ്റെ ജീവൻ കൊടുത്ത് അല്ലെങ്കിൽ നരകവേദന അനുഭവിച്ച് കാലങ്ങളോളം മരണം കാത്ത് കിടന്നുകൊണ്ട് മകളെ ബലാത്സംഗം ചെയ്തു എന്ന പ്രതിക്ക് വേണ്ടി തൂക്ക് ഒരുക്കി കാത്തിരുന്ന അച്ഛനെക്കുറിച്ച് കേട്ടിട്ടില്ലേ എന്ന് ചോദിക്കാം. നമ്മുടെ കേരളത്തിൽ തന്നെയാണ് അതും നടന്നത്. അതുപോലെ ആ പെൺകുട്ടിയുടെ അച്ഛൻ ഒരുക്കി വെച്ച ഒരു കത്തിയോ അല്ലെങ്കിൽ ഒരു നാടൻ തോക്കോ ഏതോ ഇരുട്ടിൽ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാകുമെന്ന് എനിക്ക് അറിയാമെന്ന് പറയുക വരുൺ. അതും പ്രതീക്ഷിച്ച് ജീവിക്കുന്ന ഞാൻ ഇനി പേടിച്ചിട്ട് എന്താ കേട്ടാ കാര്യം എന്ന് വരുൺ വിക്രത്തോട് ചോദിക്കും. വിക്രത്തൊക്കെ കേട്ട അന്തം വിട്ടിങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ കൊമ്പിൽ ചുമന്ന മാലയിട്ട് ചന്തയിലേക്ക് വെട്ടാൻ കൊണ്ടുപോകുന്ന പോത്തുകളെ കണ്ടിട്ടില്ലേ? എൻ്റെയും ആ പോത്തിൻ്റെയും ജീവിതത്തിന് വലിയ വ്യത്യാസവും കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ വരുൺ പറഞ്ഞപ്പോൾ നമ്മുടെ വിക്രം അവിടെ നിന്ന് കുറേ ചിരിച്ചു. സ്വന്തം കുരുതിയിലേക്ക് പോകുന്ന കൊമ്പ് ചുമന്നൊരു അറവ് മൃഗങ്ങൾക്ക് പിന്നെ നടക്കുമ്പോഴും നമ്മെ ബന്ധിപ്പിക്കുന്നത് എന്ത് ആഭിചാരം, പ്രണയമോ അതോ പാപമോ എന്ന് നമ്മുടെ വിക്രം ഇങ്ങനെ വരുണിനോട് ചോദിക്കുക. വരുൺ അന്നേരം ഒന്ന് മനസ്സിലായി നിൽക്കുകയാണ്. കള്ളു കുടിച്ച് തലയ്ക്ക് പിടിക്കുമ്പം ജോസഫ് കവിത ചൊല്ലും. ചുള്ളിക്കാടും കടമനിട്ട് അയ്യപ്പനും ഒക്കെ മാറി മാറി ഇങ്ങനെ വരും. ചെറിയ പ്രായത്തിനുള്ളിൽ സകല കണ്ണന്തിരിവും കാണിച്ചു കൂട്ടി നിന്റെ ഉടായ്പ ജീവിതം ഉണ്ടല്ലോ, അത് നീ എൻ്റെ മുന്നിൽ ഇതാക്കാൻ നോക്കണ്ട. അതിനെ ഇങ്ങനെ കൊമ്പ് ചുമന്ന പോത്തിൻ്റെ സാഹിത്യം കൊണ്ട് ക്ലോറിഫൈ ചെയ്യാനൊന്നും നോക്കല്ലേ എന്നൊക്കെ പോയിക്കും. എന്ത് ക്ലോറിഫിക്കേഷനാ ചേട്ടാ, വെട്ട് കിട്ടി ചാവാൻ പോകുന്ന പോത്തിന് എന്ത് സാഹത്യമാണ് ഉള്ളത്? ചിലപ്പോൾ അടുത്ത നിമിഷം നിങ്ങളായിരിക്കും എന്നെ ഇവിടെ ഇട്ട് തീർക്കാൻ പോകുന്നത്. പിന്നെ എന്തിനാ ഞാൻ എന്നെ ഇങ്ങനെ പറയേണ്ട ആവശ്യം? അങ്ങനെ ഏത് നിമിഷവും ചാവ് പ്രതീക്ഷിക്കുന്ന നീ എന്തിനാ ഒരു പെൺകുട്ടിയുടെ ജീവിതം ഇല്ലാതാക്കുന്നത് എന്ന് വിക്രം ചോദിച്ചു. എന്താ നിനക്ക് ഉത്തരം ഇല്ലേന്നും ചോദിച്ചു. അപ്പോൾ ഉത്തരം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, എവിടെ നിന്ന് പറയണം എന്നറിയാത്തത് കൊണ്ടാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരിക്കൽ ആശുപത്രിയിൽ വെച്ച് നിങ്ങളുടെ ആൾക്കാർ എന്നെ കൊല്ലാൻ നോക്കിയത് ഓർമ്മയുണ്ടോ എന്ന് വരുൺ ചോദിക്കപ്പോൾ വിക്രമൊന്നും മിണ്ടിയില്ല. സത്യത്തിലേ എങ്ങനെയെങ്കിലും മരിച്ചു കിട്ടിയാൽ മതിയെന്ന് ഞാൻ അത്രമാത്രം ആഗ്രഹിച്ച ഒരു സമയമായിരുന്നു അതെന്ന് വിക്രത്തോട് വരുൺ പറയുക. അതിനു മുൻപ് 2 തവണ ഞാൻ തന്നെ ശ്രമിച്ചു, പക്ഷേ നടന്നില്ല, അത് വിജയിച്ചുമില്ല. കുറ്റബോധം കൊണ്ടാണോ എന്ന് വിക്രം ചോദിക്കുമ്പോൾ, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റണമെന്നൊന്നും ഇല്ല, പക്ഷേ സത്യം അത് തന്നെ ആയിരുന്നു എന്ന് നമ്മുടെ വരുൺ പറയുക. തലച്ചോറിൽ ചിലന്തി വല കെട്ടിയതുപോലെ ആയിരുന്നുവെന്നും പിന്നെ തനിക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം വിക്രത്തോട് പറയാം. അന്ന് അയാൾ എൻ്റെ മുഖത്തുനിന്ന് ഓക്സിജൻ മാസ്ക് മാറ്റിയപ്പോൾ ശ്വാസം കിട്ടാതെ പെടയുമ്പോഴും എനിക്ക് വിഷമമൊന്നും തോന്നിയില്ല എന്ന് പറയുക. അപ്പോൾ അർഹിച്ചത് അനുഭവിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്ന് വരുൺ പറയുക കേട്ടോ. അതിൻ്റെ പിറ്റേന്ന ദീപ്തി ആദ്യമായി എന്നെ കാണാൻ വന്നതെന്നുള്ള കാര്യം പറഞ്ഞ് ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ദീപ്തി വിഷയം എടുത്തിട്ട് സംസാരിക്കുകയാണ്. പിന്നെ നമുക്ക് നന്മ ചെയ്തവരോട് നന്ദിയും അതുപോലെ കടപ്പാടും ഇതിങ്ങനെയൊക്കെ കുറേ വിഷയങ്ങളൊക്കെ എടുത്തിട്ട് നമ്മുടെ ദീപ്തി സംസാരിച്ചതിനെ പറ്റിയുള്ള കാര്യങ്ങൾ വരുൺ ഇങ്ങനെ പറയാം. അപ്പോൾ അന്ന് ഒന്ന് ശ്രമിച്ചുകൂടായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ശ്രമിച്ചു, ദീപ്തിയെ ഒപ്പം ഉണ്ടായിരുന്നു, പക്ഷേ അതൊന്നും നടന്നില്ല എന്ന് പറഞ്ഞു. അവളും അവളുടെ അച്ഛനും കൂടി എന്നെ പേപ്പട്ടിയെ കണ്ടതുപോലെ ആട്ടിപ്പായിച്ചു എന്ന് പറയാം. അതായത് ആ പെൺകുട്ടിയോട് മാപ്പ് പറയാൻ പോകുന്ന ആ ഒരു സമയത്തെ കാര്യമാണ് വരുൺ പറയുന്നത്. അപ്പം നിങ്ങൾ എന്നോട് ചോദിച്ചില്ലേ എന്തിനാണ് ദീപ്തിയുടെ ജീവിതം ഞാനായിട്ട് ഇല്ലാണ്ടാക്കുന്നതെന്ന്? ഞാൻ ഒട്ടും അത് ആഗ്രഹിച്ചിട്ടില്ല എന്ന് വരുൺ പറയുക. ഒഴിഞ്ഞു മാറി പോകാൻ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ, പക്ഷേ അവളാണ് എന്നിലേക്ക് അടുത്ത് വന്നത്. എന്നെ ഇതുപോലെ ആക്കി നിർത്തിയിരിക്കുന്നത് ദീപ്തിയാണ്. അപ്പോൾ അങ്ങനെ ദീപ്തിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ച് കടൽ തീരത്തോടെ ഇങ്ങനെ നടക്കുക കേട്ടോ. ഇത് കഴിഞ്ഞ് പിന്നെ വിക്രത്തിൻ്റെ വീടാണ് കാണിക്കുന്നത്. അവിടെ രാത്രിയായി എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്
എല്ലാവരും വിളമ്പി കൊടുക്കുന്നു. അതുപോലെ എല്ലാവരും കൂടെ ഇരിക്കുന്നു. അമ്മ അച്ഛൻ്റെ കൂടെ വന്നിരുന്ന് കഴിക്കുന്നു. അപ്പോഴത്തേക്കും ഭയങ്കര സ്നേഹപ്രകടനമായിട്ട് ദേ വരുന്നു നമ്മുടെ നന്ദിനി. ഒരിക്കലും ഇല്ലാത്തതുപോലെ അടുക്കള നിറഞ്ഞാടി അങ്ങനെ ഭരണം അങ്ങ് ഏറ്റെടുത്തിരിക്കുക. ഇതെന്താന്ന് പതിവില്ലാതെ നന്ദിനി ഭയങ്കര ഉഷാറിലാണല്ലോ. എന്ന് അച്ഛൻ ചോദിക്കും. അത് അച്ഛന് വെറുതെ തോന്നുക, ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ സാധാരണ ഒരു പണിയും ചെയ്യാൻ കൂട്ടാക്കാത്ത ആളല്ലേ, അതുകൊണ്ട് ചോദിച്ചതായിരിക്കും അച്ഛൻ എന്നിങ്ങനെ പറയുമ്പം അതാണ് നന്ദിനിയെ ശരിക്കും നിങ്ങൾ ആരും മനസ്സിലാക്കിയിട്ടില്ല എന്ന് ഞാൻ പറയുന്നത് എന്ന് നന്ദിനി അച്ഛനോട് പറഞ്ഞു. അപ്പോൾ കമല ഇങ്ങനെ നോക്കുക അച്ഛൻ അതുപോലെ തന്നെ അമ്മയെയും. ശ്രീജയും വേദയും വിശ്വനൊക്കെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക. ശരിയാ, അമ്മ പറഞ്ഞതുപോലെ ഞാൻ നേരത്തെ വലിയ ജോലികളൊന്നും ചെയ്യാനായിരുന്നില്ല. പക്ഷെ അതിന് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ശ്രീജേച്ചി എല്ലാം ചെയ്യും എന്നുള്ളൊരു വിചാരമായിരുന്നു എന്ന് പറഞ്ഞപ്പം, അപ്പം രണ്ടാമത്തെ എന്താണെന്ന് ചോദിച്ചാൽ അമ്മ അത് പിന്നെ അതെൻ്റെ മടി, അല്ലാണ്ട് പിന്നെ എന്താ. അപ്പോഴേക്കും പറഞ്ഞു ശ്രീജയൊക്കെ നിന്ന് ചിരിക്കുക. ഇത് കേട്ടപ്പോൾ അച്ഛനും ചിരി വന്നു. അന്നേരം അച്ഛൻ അപ്പോൾ അത് നീ സമ്മതിക്കുന്നുണ്ടല്ലോ അല്ലേ എന്ന് ചോദിച്ചു. അയ്യോ അച്ഛാ, സത്യം സമ്മതിക്കാനേ എനിക്ക് ഒരു മടിയില്ല അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് നന്ദിനി ഇങ്ങനെ നിൽക്കുക എന്നും പറഞ്ഞു അമ്മ. പക്ഷേ അങ്ങനെ ശ്രീജേച്ചി ചെയ്യുമെന്ന് വിചാരിക്കാനും എനിക്ക് മടിയാണെന്ന് പറയാനും വേറൊരു കാരണം കൂടി ഉണ്ട് എന്ന് പറഞ്ഞു. അതിനും ഒരു കാരണമുണ്ടോ എന്ന് വിശ്വൻ ചോദിക്കുമ്പോൾ അതിനുണ്ട് വിശ്വേട്ടാ. ചെറുപ്പം മുതൽ എൻ്റെ വീട്ടുകാർ എന്നെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിച്ചിട്ടില്ല. പിന്നെ അങ്ങനെ ചെയ്യാതിരുന്നിരുന്ന് മടിയായി പോയതാ എനിക്കെന്ന് പറഞ്ഞ് നന്ദിനി ഇങ്ങനെ വീട്ടുകാരെ കുറ്റം പറയുക. അപ്പോൾ അങ്ങനെ ഇരുന്നാലേ മടി വരുമല്ലേ കമല എന്ന് അച്ഛൻ ചോദിച്ചു. അപ്പം എന്ന് പറഞ്ഞ അമ്മ ഇരുന്ന് ചിരിക്കാൻ നന്ദിനി പറഞ്ഞിരിക്കും കേട്ടോ. അപ്പോൾ ശ്രീജ തന്നെ എല്ലാം ചെയ്യുമെന്ന് നീ വിചാരിച്ചതോ? അത് പിന്നെ ഇപ്പോഴെങ്കിലും അമ്മ അത് എന്നോടൊന്ന് ചോദിച്ചല്ലോ. ഈ ജോലിയിൽ സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന ഒന്നുണ്ട്. അതുള്ളവർക്ക് ഈ ശ്രീജേച്ചിയുടെ കൂടെ ജോലി ചെയ്യാൻ പറ്റത്തില്ല എന്ന് നന്ദിനി പറയുക. അപ്പം എല്ലാവരും ഇങ്ങനെ അത്ഭുതപ്പെട്ട് ഇങ്ങനെ നോക്കുക കേട്ടോ. അയ്യോ അല്ല, ഞാനന്ന് ദ്രോഹം ചെയ്തു എന്നാണെന്ന് ശ്രീജ ചോദിക്കുമ്പം അയ്യോ ശ്രീജേച്ചി ദ്രോഹം ചെയ്തു എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. തോക്കിനുള്ളിൽ കയറി വെടി വെക്കാതെ എൻ്റെ ശ്രീജേച്ചി പറയുന്ന മുഴുവനായിട്ടൊന്ന് കേൾക്ക്. ശരി, നീ തന്നെ വെടി മുഴുവനാക്കാൻ പറഞ്ഞു നേരം അച്ഛൻ. അപ്പോൾ അമ്മയ്ക്ക് ചിരി വന്നു. അതായത് ഞാനൊരു പാത്രം കഴുകി വെച്ചാൽ ശ്രീജേച്ചി വന്ന് അതെടുത്ത് വീണ്ടും കഴുകി വെക്കും. അപ്പോൾ ശരിയാന്നുള്ള രീതിയിൽ അമ്മ ഇങ്ങനെ തലയാട്ടി. പിന്നെ ഞാൻ കറിയിൽ ഉപ്പിട്ട് കറക്റ്റായിട്ട് നോക്കി എന്ന് വെച്ചോ, ശ്രീജേച്ചി വന്ന് വീണ്ടും ഉപ്പ് നോക്കി അത് ഉറപ്പിക്കും. അപ്പോൾ അതൊക്കെ ശരിയാണെന്നുള്ള ഇതിലെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. ദാണ്ട് കുറച്ച് നേരത്തെ ഞാൻ ചപ്പാത്തി പരത്തുമായിരുന്നു. അപ്പോൾ ശ്രീജി ഇങ്ങനെ നോക്കുക കേട്ടോ. പകുതി പരത്തി വെച്ച് ഞാൻ പുറത്തോട്ട് പോയിട്ട് വന്നപ്പോൾ ഈ ശ്രീജേച്ചി ഇന്ന് ചപ്പാത്തി പരത്തുന്നു. അപ്പോൾ തട്ട് സ്റ്റൗവിൽ കിടന്ന് പുകയായിരുന്നു, അതുകൊണ്ട് ഞാൻ ചെയ്തതാണെന്ന് പറയും. എന്തായാലും ഞാൻ ചെയ്ത പണി വന്ന് ഏറ്റെടുത്തതാണല്ലോ അല്ലേ എന്ന് ചോദിച്ചു നന്ദിനി. അത് നന്ദിനി പറഞ്ഞതിൽ ന്യായമുണ്ട് കേട്ടോ ശ്രീജ എന്ന് വിശ്വം പറഞ്ഞു. ഇനി മുതൽ ഒരാൾ ജോലി ചെയ്യുമ്പോൾ നീ അതിൽ ചെന്ന് ഇടങ്കോലിടാൻ നിൽക്കരുത് കേട്ടോ എന്ന് വിശ്വം പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ചിരിക്കുക. എന്തായാലും ജോലി എടുക്കുന്നില്ലെന്നല്ല, മറ്റുള്ളവരെ എടുക്കാൻ സമ്മതിക്കുന്നില്ലെന്നാണ് സർട്ടിഫിക്കറ്റ്. അതെന്തായാലും കൊള്ളാം കേട്ടോ എന്ന് അമ്മ പറഞ്ഞു. അത് പിന്നെ അമ്മേ, അങ്ങനെ ഒരാളുള്ളപ്പോൾ അറിയാതെ നമ്മൾ ജോലി ചെയ്തായി പോകുന്നേ. ഇപ്പോൾ ശ്രീജേച്ചി ബിസിനസ്സൊക്കെ ആയിട്ട് തിരക്കിലായി, വേദ വക്കീൽ ഓഫീസിലും ഒക്കെ പോയി തുടങ്ങി. അപ്പോൾ ഞാൻ അടുക്കളയിലും കയറി തുടങ്ങി. അതാണ് ശരിക്കും സംഭവിക്കുന്നത് പറയുമ്പോൾ എൻ്റെ ദൈവമേ എന്ത് സന്തോഷം. ഇങ്ങനൊരു വഴക്കും ബഹളവും ഇല്ലാതെ അങ്ങനെ എല്ലാ കാലത്തും അങ്ങ് പോയിരുന്നെങ്കിൽ ഇത്ര നന്നായേനെന്നും പറഞ്ഞ് അമ്മ പറഞ്ഞു തീരുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ ഇനി എന്താണ് ഇതിൻ്റെ പിന്നിൽ നന്ദിനി ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളത് വേദ പറഞ്ഞതുപോലെ കണ്ടു തന്നെ അറിയണം. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുക കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥമേ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, ടേക്ക് കെയർ, ബൈ ബൈ, നന്ദി.